പച്ചക്കറികൾക്കായി നാം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇത് സാധ്യമാകുമെന്ന് തെളിയിച്ച കർഷകൻ. ഇടുക്കി ജില്ലയിൽ രാജാക്കാട് പഞ്ചായത്തിൽ 5 ഏക്കർ സ്ഥലത്ത് 96-ൽ പരം പച്ചക്കറികൾ വിളയിപ്പിച്ച് വിജയിപ്പിച്ച കൃഷ്ണൻ ചേട്ടൻ്റെ കൃഷിവിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ 96 ഐറ്റം ശീതകാല പച്ചക്കറി ഉൾപ്പെടെ പാവൽ, പയർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എല്ലാം കൂടി 96 ഐറ്റങ്ങളാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 64 കൃഷിയോടുള്ള താല്പര്യം ഇതറിയുന്നതിന് വേണ്ടി 96 ഐറ്റങ്ങളാണ് ഞങ്ങൾ കൃഷി ചെയ്ത് നോക്കിയത്. കൃഷി വിജയമാണ്. സൂര്യകാന്തി നല്ല ഭംഗിയുള്ളൊരു കൃഷിയായിട്ട് കണ്ടു. ജമന്തി ഉണ്ടായിരുന്നു. സൂര്യകാന്തി തന്നെ 2-3 സൈസുണ്ട്. കപ്പ, വാഴ, ഇഞ്ചി, ചേന, ചേമ്പ്, മഞ്ഞൾ ഇല്ലാത്ത ഒന്നുമില്ല. ലണ്ടൻ ബീൻസ്, ഗ്രീൻ ബീൻസ്, ചൈനീസ് കാബേജ്, ലെറ്റ്യൂസ് 2-3 സൈസ്, കാബേജ് 3-4 സൈസുണ്ട്, തെനയുണ്ട്, റാഗി, കുറുമ്പുല്ല്, മെയ്സ്, ചോളം, അങ്ങനെ ഐറ്റങ്ങൾ ഒത്തിരി ഉണ്ട്. 96 ഐറ്റങ്ങളാണ് ഇത് വന്നിരിക്കുന്നത്. കൃഷിയോടുള്ള താല്പര്യം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ട്. 40 വർഷം തികയാണ് ഞങ്ങൾക്ക് ഈ വർഷം. അതിൽ ലാഭങ്ങളുണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, അവഗണന ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങളുടേതായ ജോലികൾ ഞങ്ങളുടെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ചെയ്യുന്നു. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വളങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കൃഷിഭവൻ വന്ന് തോട്ടങ്ങൾ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട്. അതുപോലെ നിരവധി ആളുകളും ഈ തോട്ടത്തിൽ വന്നു പോകുന്നുണ്ട്. ജൈവ രീതി എന്ന് പറഞ്ഞാൽ 100% ജൈവത്തിലാണ് ഞങ്ങളുടെ കൃഷി. അത് ഒരു 4-5 വർഷമായിട്ട് അങ്ങനെയാണ് പോകുന്നത്. കൃഷി ലാഭകരമായതുകൊണ്ടാണ് നമ്മൾ 64-ൽ നിന്ന് 96 ആക്കിയത്. ഇത് പച്ചക്കറി ഐറ്റങ്ങൾ, വാഴ, ധാന്യങ്ങൾ ഉൾപ്പെടെ 5 ഏക്കർ വരും. ബാക്കി ഏലം വരും, കുരുമുളക് വരും, ഇതിനകത്ത് വാഴ വരും, വാഷിംപൂട്ട് വരും. ഇങ്ങനെ പല ഐറ്റങ്ങളാണ്, എണ്ണ തീരാത്ത ഐറ്റങ്ങളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. വിപണനം BFCK വഴിയാണ് ഞങ്ങൾ. BFCKയിൽ 4-ാം വർഷമാണ് മികച്ച കർഷകനുള്ള അവാർഡിന് അർഹത നമുക്കുണ്ട്. സാധാരണ 1 വർഷം 2 വർഷമൊക്കെ കിട്ടാം. ഇത് തുടർച്ചയായി 4-ാം വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു പണിക്കൂലി കിട്ടിയാൽ ഞങ്ങൾ അത് ഒഴിവാക്കി ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. 6 മണിക്ക് ഇറങ്ങിയാൽ 6 മണിക്ക് ഞങ്ങൾ കയറി. പറ്റാതെ വരുമ്പോൾ ഞങ്ങൾ കൂലി കയറും. ഞങ്ങൾ കുറേ വർഷമായി കൃഷിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ചേട്ടനോടൊപ്പം ഞാനും കൂടിയിട്ട് ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷിയോട് ചെയ്തും സഹായിച്ചും ഒക്കെ ചെയ്തു വന്നപ്പം എനിക്ക് അതിനോട് താല്പര്യമായി.
ചേട്ടൻ രാവിലെ തന്നെ വെളുപ്പ് കൂട്ടി ഇങ്ങ് പോരും. പാവയ്ക്കൊക്കെ ചെത്താനുണ്ടെങ്കിൽ 6 മണിക്ക് മുന്നായിട്ട് ചെത്തണം. അപ്പോൾ രാവിലെ പോരും. ഒപ്പം ഞാനും ഇറങ്ങി പോരുന്നുണ്ട്. രാവിലെ കാപ്പി ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി പോരുവാണ്. നേരെ വൈകുന്നേരം വരെ നനയ്ക്കാനുണ്ട്, വളമൊഴിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം 2 പേരുടെ ഫുള്ളായിട്ടുള്ള പണി 2 പേര് ചെയ്താൽ തീരാത്ത പണികളാണ് ഉള്ളത്. ഞങ്ങൾ ചെയ്താൽ തീരാത്ത പണികൾ മാത്രമാണ് പുറത്തുനിന്ന് ആളെ കൂട്ടുന്നുള്ളൂ. കൂടുതൽ ആൾ വേണ്ടി വരുന്ന സമയത്താണ് ആളെ കൂട്ടുന്നുള്ളൂ. അതുവരെ ഞങ്ങൾ രണ്ടും തന്നെയാണ് പണിയുന്നത്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുവാൻ കൃഷ്ണൻ ചേട്ടനെ പോലെയുള്ളവർ ഒരു പ്രചോദനമാകട്ടെ.